ഹലോ ഫ്രണ്ട്സ്, ട്യൂട്ടർ വോൾട്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അൺബോക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് പറയുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മുടെ ചാനൽ അങ്ങനെ 10K സബ്ബിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് അതിനു മുന്നേ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനലിൽ 10K സബ്സ്ക്രൈബർ എത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചാനൽ കൊണ്ട് നിരവധി ആളുകൾക്ക് നല്ല രീതിയിൽ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് എന്ന് 100% ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മുടെ ചാനലിലേക്ക് ഇത്രയും അധികം വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും വരുന്നത്. നമ്മുടെ ചാനലിൽ നിന്നും 100% ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് എപ്പോഴും പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സാധനമുണ്ട്. ഒരു നത്തിങ് ഫോണാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. കാരണം നത്തിങ് ഫോൺ ഞാൻ ആരും യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഞാൻ യൂട്യൂബേഴ്സ് എല്ലാവരും അതിനെക്കുറിച്ച് റിവ്യൂസും അതുപോലെ അതിൻ്റെ ഡ്രോബാക്സും നല്ല കാര്യങ്ങളും നത്തിങ് ഫോണിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാനൊരു ഷോപ്പിലോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സോ അങ്ങനെ മറ്റാരും ഈ നത്തിങ് ഫോൺ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു വല്ലാത്തൊരു സാധനം തന്നെയാണിത്. അപ്പോൾ എങ്ങനെയാണ് ഒരു നത്തിങ് ഫോൺ ഇരിക്കുന്നതെന്നും അല്ലെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്താണെന്നും നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്യണതിൻ്റെ വീഡിയോ ഇടുന്നത്. അത് നത്തിങ് ഫോൺ ആയതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ കുറേ ആഗ്രഹിച്ച ഒരു മൊബൈൽ ഫോണാണിത്. ഇത് നത്തിങ് ഫോൺ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നമ്മുടെ യൂട്യൂബേഴ്സ് കാണിച്ചു തന്നിട്ടുള്ള വീഡിയോസൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. ആരും ഇത് യൂസ് ചെയ്യണത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സൊന്നും ഇത് യൂസ് ചെയ്യണത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇതൊരു അഡാർ ഐറ്റം തന്നെയാണ് ഈ സാധനം. നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്യുന്ന ഒരു കിടിലൻ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. നത്തിങ് ഫോൺ എടുക്കാൻ താല്പര്യമുള്ളവരെല്ലാവരും തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. എങ്ങനെയായിരിക്കും ഈ നത്തിങ് ഫോൺ ഇരിക്കണേ എന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഒരു നത്തിങ് ഫോൺ ഒരിക്കലും നമ്മൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതല്ല. കാരണം നമ്മുടെ ചാനലിൽ ഇതുവരെയും നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടില്ല. എന്നാൽ ഫ്ലിപ്കാർട്ടിൽ നിന്നും വാങ്ങിയ ഈ ഒരു മൊബൈൽ ഫോൺ എനിക്ക് അൺബോക്സ് ചെയ്യണമെന്ന് വളരെ ആഗ്രഹം തന്നെയായിരുന്നു. കാരണം നമ്മുടെ ചാനലിൽ ഇതുവരെയും നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടില്ല. ഈ ഒരു ഓപ്പണിങ്, അതായത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് ഇപ്പോൾ ഓപ്പൺ ബോക്സിംഗ് ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് അവർ എക്സിക്യൂട്ടീവ് അത് ഓപ്പൺ ചെയ്ത് അതിലെ പ്രൊഡക്റ്റിന് ഡാമേജ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് തരുള്ളൂ. ഇങ്ങനെ ഒരു റാപ്പിംഗ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്ത് കീറി കളയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊരു ഓപ്ഷനിൽ ഇത് മാറ്റാൻ പറ്റുന്നത്. പിന്നെ ഒരു ചെറിയ നത്തിങ് എന്ന് പറഞ്ഞിരിക്കുന്ന ലോഗോ കാര്യങ്ങൾ നത്തിങ് ഫോൺ 1 ആണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. കാരണം ഏകദേശം ഇതിന് 40,000 രൂപയുടെ ഫോൺ എനിക്ക് ഏകദേശം 22,000 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാൻ സാധിച്ചു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കാരണം നമ്മൾ ആദ്യമായിട്ട് ഒരു അൺബോക്സിങ് ചെയ്യുന്നത്, അതും നല്ലൊരു ഫോൺ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് നത്തിങ് ഫോൺ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് വലിച്ചെടുക്കാൻ പോവുകയാണ് പെട്ടിയിൽ നിന്ന്. ഇത് പെട്ടിയിൽ നിന്ന് വലിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് അതൊന്ന് എങ്ങനെയാണ് ഊരാൻ പറ്റണമെന്ന് നോക്കട്ടെ. ഇത് കുറച്ച് കട്ടിയായിട്ടിരിക്കുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണ് നമുക്ക് ഇതിൽ നിന്നും ഊരി കഴിയുമ്പോൾ ചെറിയൊരു ബോക്സ് ഇതിൻ്റെ അകത്തുണ്ട്. അതൊക്കെ നമുക്കൊന്ന് ഊരിയെടുത്ത് നോക്കാം. ഇത് ഊരിയെടുത്തിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കാണാം. നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് 2 പ്രൊഡക്റ്റാണ് കിട്ടിയിരിക്കുന്നത്. ഒരു മൊബൈൽ ഫോണും ഉണ്ട്, അതുപോലെ തന്നെ ഒരു പൗച്ചും കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ചെറിയ 2 ഹോളായിട്ടാണ് ഇരിക്കുന്നത്. ഒന്നിൽ മൊബൈൽ ഫോണും ഒന്നിൽ ഈ ഒരു പൗച്ചും ഡാറ്റ കേബിളും അടങ്ങുന്ന ഈ ഒരു ഇതാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. നമുക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളിത് മാറ്റി വെച്ചു. ഇത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മൊബൈൽ ഫോൺ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ നത്തിങ് നമുക്കിങ്ങനെ മാറ്റി വയ്ക്കാം. ഇതെന്താണെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നമുക്ക് ഇരിക്കണേന്ന് നോക്കാം. അതപ്പോൾ ഇതിപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഡേറ്റ കേബിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സിം ഇജക്ടർ കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. കേട്ടോ, ഒരു ചെറിയ സിം ഇജക്ടറുണ്ട്. അതുപോലെ തന്നെ ഇത് ഡേറ്റ കേബിളാണ്. ഇത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു ഡേറ്റ കേബിളാണ്. അപ്പോൾ അത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. പിന്നെ യൂസർ മാനുവലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒന്നും കൊടുത്തിട്ടില്ല. ഇത് യൂസർ മാനുവലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്കിത് രണ്ടും മാറ്റി വയ്ക്കാം. അപ്പോൾ അത് രണ്ടും മാറ്റി വെച്ചു. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് നമ്മുടെ നത്തിങ് ഫോണിൻ്റെ ഡേറ്റ കേബിൾ, ചാർജർ ഇൻക്ലൂഡ് അല്ല കേട്ടോ ഇതിൻ്റെ അകത്ത്. കാരണം ചാർജർ നത്തിങ് ഫോണിന് നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം. ഇത് സിം ഇജക്ടറാണ്. ഇത് രണ്ടും ഇവിടെ വയ്ക്കാം. ഇതാണ് അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് നത്തിങ് ഫോൺ 1 എന്ന് പറയുന്നത്. അടിപൊളി ഒരു സാധനം തന്നെയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതെങ്ങനെയൊന്ന് ഓപ്പൺ ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ എവിടെയാണ് ക്ലിപ്പ് എന്ന് നോക്കട്ടെ കേട്ടോ. ഇവിടെയാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനപ്പോൾ അതങ്ങ് പൊളിക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ നത്തിങ് ഫോൺ ഓപ്പൺ ചെയ്തു.
ഇതാണ് നത്തിങ് എന്ന് പറയുന്ന ആ ഒരു സാധനം. അതായത് എല്ലാവരും വളരെ നാളെ നോക്കിയിരുന്ന ഒരു ഫോണാണ് നത്തിങ് എന്ന് പറയുന്നത്. എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഇതിന് ഒരു പ്രീമിയം ക്വാളിറ്റിയാണ് ഈ ഫോണിനുള്ളത്. കണ്ടോ, ഇതിൻ്റെ ആ ഫിനിഷിങ് നോക്കി, ഗ്ലാസ് ഫിനിഷിങ്ങും ഒരു ഐഫോണിൻ്റെ ഫീലൊക്കെ ഉണ്ട് നമ്മൾ പിടിക്കുമ്പോൾ. നല്ലൊരു പ്രീമിയം ലുക്ക് ഫോണാണിത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. അപ്പോൾ ഇത് സൈഡിലാണ് പവർ ബട്ടൺ കൊടുത്തിരിക്കുന്നത് നത്തിങ് ഫോണിൻ്റെ. ഇവിടെ നമുക്ക് 2 വോളിയം ബട്ടണുണ്ട്, വോളിയം അപ്പും ഡൗണും ബട്ടണുണ്ട്. പിന്നെ ഇവിടെ സ്പീക്കറും സിം ഇടുന്ന സ്ലോട്ടും ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പവർ ബട്ടണിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചു, നത്തിങ് ഫോൺ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സിം ഇജക്ടറും ഈ ഡേറ്റ കേബിളും ഇങ്ങോട്ട് മാറ്റാം. നമുക്ക് ഇനി നമ്മുടെ നത്തിങ് ഫോണൊന്ന് ഓണായി വരട്ടെ. അപ്പോൾ നമ്മുടെ നത്തിങ് ഫോണിൻ്റെ ലോഗോ ഒക്കെ അവിടെ വന്നിട്ടുണ്ട്, കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മുടെ നത്തിങ് ഫോൺ ഓണായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇംഗ്ലീഷ് യുണൈറ്റഡ് കിങ്ഡം ആണ് കൊടുത്തിരിക്കുന്നത്, നമുക്ക് മാറ്റാം. നമുക്ക് ഇംഗ്ലീഷ് ഇന്ത്യ കൊടുത്തു ഞാനവിടെ. ഇപ്പോൾ ഇംഗ്ലീഷ് ഇന്ത്യ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി എന്താ നടക്കുന്നത്. കണ്ടിന്യൂ ടു മൊബൈൽ നെറ്റ്വർക്ക്, ഇഫ് യു ഹാവ് എ സിം കാർഡ് ഇൻസേർട്ട് ഇറ്റ് നൗ. അതായത് നമ്മളോട് സിം കാർഡ് ഇൻസേർട്ട് ചെയ്യാനാണ് അവർ പറയുന്നത്. അതായത് നമുക്ക് സിം കാർഡ് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് ഓരോ കാര്യങ്ങളും നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കണ്ടോണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൊരു സിം കാർഡ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. സിം കാർഡ് ഇല്ലെങ്കിൽ നമുക്ക് വൈഫൈ ആണെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സിം കാർഡ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഇതാണ് സിമ്മിൻ്റെ സ്ലോട്ട്. ഇത് മൈക്കാണ്, ഇത് കുത്തിപ്പൊട്ടിക്കരുത് നിങ്ങൾ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇതാണ് സിം ഇടുന്ന സ്ലോട്ട്. അപ്പോൾ അതിലൊന്ന് പ്രസ് ചെയ്യുമ്പോൾ, സിം ഇജക്ടർ വെച്ച് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ സിമ്മിൻ്റെ സ്ലോട്ട് ഇറങ്ങി വരും. അപ്പോൾ ജസ്റ്റ് അത് ഒടിഞ്ഞു പോകാത്ത രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് നമുക്ക് സിം ഇടാം. അതായത് സിം 1 ആണിത്. അപ്പോൾ നമ്മൾ VIയുടെ ഒരു 5G സിമ്മാണ് ഇതിലേക്ക് ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ സിം ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ആ 5G സിം ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ സിം കറക്റ്റായിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ സിം ആ കറക്റ്റ് ആ സ്ലോട്ടിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അത് സിമ്മിൻ്റെ സ്ലോട്ട് ഊരിയെടുത്തതിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിലേക്കൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, പക്കയായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് കണക്റ്റിംഗ് ടു വൈഫൈ നെറ്റ്വർക്കാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വൈഫൈ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് യൂസ് മൊബൈൽ ഡാറ്റ നെറ്റ്വർക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ യൂസ് മൊബൈൽ നെറ്റ്വർക്ക് കൊടുത്തു. അത് വരുന്നില്ല. അപ്പോൾ നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ വൈഫൈ ഒന്ന് ഓണാക്കിയിട്ട് നമുക്ക് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നമ്മളപ്പോൾ വൈഫൈ ആയിട്ട് നമ്മുടെ നത്തിങ് ഫോൺ കണക്ട് ചെയ്തു. അപ്പോൾ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അത് ഒരു റീലോഡിംഗ് ആണ് കാണിക്കുന്നത്. റീലോഡിംഗ് അല്ല, ഫോൺ റെഡി, ഗെറ്റിംഗ് റെഡി എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ കാണിച്ചിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ സ്പീഡിൽ നമുക്ക് അപ്ഡേഷനും കാര്യങ്ങളെല്ലാം നടക്കും. ഞാനപ്പോൾ ഫോണിൻ്റെ വൈഫൈ ആയിട്ടാണ് കണക്ട് ചെയ്തത്. അതിന് 5G ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കറങ്ങി തീർന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഉടനെ തന്നെ ഇത് കംപ്ലീറ്റ് ആകും. അപ്പോൾ അത് ഏകദേശം കംപ്ലീറ്റ് ആകാറായിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് എ ഫ്യൂ മിനിറ്റ് എന്ന് പറയുന്നുണ്ട്. കോപ്പി ആപ്സ് ആൻഡ് ഡേറ്റ എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് നെക്സ്റ്റ് കൊടുക്കാം. യൂസ് യുവർ ഓൾഡ് ഡിവൈസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കനോട്ട് യൂസ് ഓൾഡ് ഡിവൈസ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഡേറ്റ വിത്തൗട്ട് ഓൾഡ് ഡിവൈസ് ആകോ കൊടുക്കാം. നിങ്ങൾക്ക് അങ്ങനെ പഴയ ഫോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് OTG കേബിളൊക്കെ കുത്തിയിട്ട് കമ്പ്യൂട്ടറിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഫോണിൽ നിന്നോ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഓൾഡ് ഡേറ്റാസ് നമുക്ക് ഇതിലേക്ക് കയറ്റാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ചെക്കിങ് ഇൻഫർമേഷനാണ്, അതായത് ഇൻഫർമേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. നമുക്ക് അല്പം സമയം വെയിറ്റ് ചെയ്യാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ അക്കൗണ്ടിൽ നമ്മുടെ Gmail ID ആൻഡ് പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ Gmail ID എൻ്റർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ Gmail ID എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ Gmail IDയും പാസ്വേഡൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്ത് സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇത് വെരിഫിക്കേഷൻ കോഡുണ്ട്. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വെരിഫിക്കേഷൻ കോഡ് കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ Gmail അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അവിടെ ഒരു വെരിഫിക്കേഷൻ കോഡ് അത് സെൻഡ് ചെയ്യുന്നതായിരിക്കും. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു OTP ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ യെസ് ഐ ആം ഇൻ എന്ന് പറഞ്ഞു കൊടുത്തു. വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ ഐ എഗ്രി കൊടുത്തു. അപ്പോൾ നിങ്ങൾ ഇത് ഓരോ സ്റ്റെപ്പും മറക്കാണ്ട് തന്നെ ഓർത്ത് വയ്ക്കുക. അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ട് മാത്രം നിങ്ങൾ നത്തിങ് ഫോൺ
ഫസ്റ്റ് ടൈം ഓൺ ചെയ്യുമ്പോൾ അക്കൗണ്ടും അതുപോലെ ഇനീഷ്യൽ സെറ്റപ്പുകളൊക്കെ ചെയ്യുക. അപ്പോൾ നോ ബാക്കപ്പ് ഫൗണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഞാൻ നെക്സ്റ്റ് പറഞ്ഞു കൊടുത്തു. കാരണം നമ്മൾ ഡിവൈസ് ബാക്കപ്പ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് വന്നു. അതിൻ്റെ അക്സെപ്റ്റ് കൊടുത്തു. അക്സെപ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ തന്നെ സെറ്റ് എ പിൻ എന്ന് പറയുന്നുണ്ട്. അത് നമുക്കൊരു 4 ഡിജിറ്റിൻ്റെ അൺലോക്ക് ചെയ്യാനുള്ള ഒരു പിൻ എൻ്റർ ചെയ്യണം. അപ്പോൾ പിൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. 4 ഡിജിറ്റിൻ്റെ നമ്മളൊരു പിൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മളോട് ഫിംഗർ പ്രിൻ്റ് അൺലോക്ക് സെറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സെറ്റപ്പിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ താഴെ ഹോൾഡ് ചെയ്ത് പിടിക്കാനാണ് പറയുന്നത്. എവിടെയാണ്? ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി. ഈ റൗണ്ടിൽ നമ്മൾ നമ്മുടെ ഫിംഗർ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഞാൻ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ പൊസിഷൻസും കറക്റ്റായിട്ട് അതിലേക്ക് അറ്റാച്ച്ഡ് ആവാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് അത് സെൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളോട് അത് ഓരോ പൊസിഷനും നമ്മൾ മാറ്റി ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. അന്നേരം കറക്റ്റായിട്ട് നമ്മുടെ ഫിംഗർ പ്രിൻ്റ് അവിടെ ഫിംഗർ പ്രിൻ്റ് ആഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തൽക്കാലം ഒരു ഫിംഗർ പ്രിൻ്റാണ് കൊടുക്കുന്നുള്ളൂ. നമുക്കിനി വീണ്ടും എത്ര ഫിംഗർ പ്രിൻ്റ് വേണമെങ്കിലും ആഡ് ചെയ്യാം. അതൊക്കെ നമ്മൾ വരും വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ലോക്ക് സ്ക്രീൻ എന്ന് പറയുന്നുണ്ട്. ഹൗ ഡു യു വാണ്ട് ദ ലോക്ക് സ്ക്രീൻ ടു ഡിസ്പ്ലേ? ഷോ ഓൾ നോട്ടിഫിക്കേഷൻ കണ്ടൻറ്റ്, ഷോ കൺസിഡർ കണ്ടൻറ്റ് ഓൺലി അൺലോക്ക്ഡ്, ഡു നോട്ട് ഷോ നോട്ടിഫിക്കേഷൻ ഉള്ളൂ. ഞാൻ ഷോ ഓൾ നോട്ടിഫിക്കേഷൻ കണ്ടൻറ്റ് കൊടുത്തു. ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്തു. കണ്ടിന്യൂ സെറ്റപ്പ്, കീപ് ഗോയിങ് ടു ഗെറ്റ് യുവർ ഡിവൈസ് ഫുള്ളി സെറ്റപ്പ് ഓർ ലീവ് നൗ ആൻഡ് ഗെറ്റ് എ റിമൈൻഡർ ഫിനിഷ്. ഞാനപ്പോൾ കണ്ടിന്യൂ ബട്ടൺ കൊടുക്കുകയാണ്. അത് നമുക്ക് ഫുള്ളി സെറ്റപ്പ് ചെയ്ത് നമ്മൾ പോവുകയാണ്. നമുക്ക് പിന്നത്തേക്ക് ഒന്നും മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിത് ഐ എഗ്രി കൊടുത്തു. നമ്മൾ ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ട് സെറ്റപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പോവുകയുള്ളൂ. ഞാൻ ഇതും ഐ എഗ്രി കൊടുത്തു. അതിനുശേഷം ഇതും ഞാൻ ഐ എഗ്രി കൊടുത്തു. നമ്മളത് കഴിഞ്ഞ ശേഷം എനിത്തിങ് എൽസ് സെറ്റപ്പ് എ ഫ്യൂ മോർ തിങ്സ് ഫയൽ ലേറ്റർ ഇൻ സെറ്റിംഗ്സ് ആഡ് അനദർ ഇമെയിൽ അക്കൗണ്ട്, ചേഞ്ച് ഫോണ്ട് സൈസ്, റിവ്യൂ അഡീഷണൽ ആപ്പ്, ചേഞ്ച് വാൾപേപ്പർ, കൺട്രോൾ. ഞാൻ നോ താങ്ക്സ് എന്ന് പറഞ്ഞു കൊടുത്തു. നമ്മളൊക്കെ അത് പിന്നെ ചെയ്യാം. തീമും അതുപോലെ സെക്കൻഡറി മെയിലൊക്കെ ആഡ് ചെയ്യുന്നത് പിന്നെ ചെയ്യാം. ഇമ്പോർട്ടൻറ്റ്, ബിഫോർ യൂസിങ് നത്തിങ് ഫോൺ മണി പ്ലീസ് റീഡ് ദ ഫോളോയിങ് ടേംസ് ആൻഡ് കണ്ടീഷൻ കെയർഫുള്ളി ബൈ യൂസിങ് ഫോൺ മണി. അതായത് നമ്മൾ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ വായിച്ച് കഴിഞ്ഞ് നമ്മൾ എഗ്രിമെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ നത്തിങ് ഫോൺ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ഫോൺ എങ്ങനെ യൂസ് ചെയ്യണമെന്നും ഇതിൻ്റെ ടേംസ് ആൻഡ് എഗ്രിമെൻ്റ് ഒക്കെ കാര്യങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ച് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ എഗ്രി ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡേറ്റ കളക്ഷൻ, സിസ്റ്റം സ്റ്റെബിലിറ്റി പ്രോഗ്രാം, നത്തിങ് നോട്ടിഫിക്കേഷൻ ഇതെല്ലാം എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതും നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. നത്തിങ് ഫോണിൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു സെറ്റപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത്. സൗണ്ടും കാര്യങ്ങളും ഞാനത് ഗ്ലിംസാണ് വന്നിരിക്കുന്നത്. ഗ്ലിംസ് ഓൺ ചെയ്ത് കൊടുത്തു. ഗസ്റ്റർ നാവിഗേഷൻ, 3 ബട്ടൺ നാവിഗേഷൻ, ക്ലാസിക് ആൻഡ്രോയിഡ് നാവിഗേഷൻ ബാർ. ഗസ്റ്റർ നാവിഗേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. 3 ബട്ടൺ നാവിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഗസ്റ്റർ നാവിഗേഷൻ വരുന്നത്. ഹോം, ഓക്കെ ഞാനത് 3 ബട്ടൺ നാവിഗേഷനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഞാനപ്പോൾ ഗസ്റ്റർ നാവിഗേഷൻ തന്നെ കൊടുക്കുകയാണ്. നമുക്ക് പിന്നെ സിസ്റ്റം നാവിഗേഷൻ പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും മാറ്റണമെങ്കിൽ മാറ്റാം. ഞാനപ്പോൾ അത് കൊടുത്തു. അപ്പോൾ വെൽക്കം എന്ന് പറഞ്ഞത് സ്വൈപ്പ് ടു സ്റ്റാർട്ട്. അപ്പോൾ ഞാനത് സ്വൈപ്പ് ചെയ്യുകയാണ്. എങ്ങോട്ട് സ്വൈപ്പ് ചെയ്യണമെന്നാണ്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നത്തിങ് ഫോൺ ഇനീഷ്യലൈസ് ചെയ്യുന്നതിന്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ നത്തിങ് ഫോൺ അൺബോക്സ് ചെയ്ത് ഇനീഷ്യലൈസ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാനിവിടെ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നത്തിങ് ഫോണിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന പുതിയ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക.